സുരാജേട്ടൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്, നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷം ഞാൻ എപ്പോഴും ചാൻസ് ചോദിക്കാറുണ്ട്. നല്ല ആൾക്കാരെ വിളിച്ച് ഞാൻ അങ്ങോട്ട് ചാൻസ് ചോദിക്കും. അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അതായത് എല്ലാവരും ചെയ്യും. അത് എന്നൊരു ഈഗോയും ഉണ്ടാവരുത്. അത് അതിനൊരു മനസ്സ് വേണം ശരിക്കും. പിന്നെന്താ, കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറയുന്നൊരു സാധനമാണ് ശരിക്കും. ഈഗോൻ്റെ അല്ല, ഇൻഡസ്ട്രിയുടെ അതാണ് അതിൻ്റെ വഴി. നമ്മളിപ്പോൾ ഒരു റോഡ് ഇങ്ങോട്ടുള്ള റോഡ് ആണെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ റോഡിലൂടെ വന്നാലേ അങ്ങോട്ട് എത്തുള്ളൂ. അതെ അതെ അതെ. അല്ല ഞാനിപ്പോൾ അവിടെ നിൽക്കുകയാണ്, അല്ല ഇങ്ങോട്ട് വാ, അല്ല എനിക്ക് ഇനി അങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല എന്ന് നടക്കുന്ന കാര്യമില്ല. ഇങ്ങോട്ട് വരണമെങ്കിൽ അപ്പോൾ ഇൻഡസ്ട്രിയിൽ അഭിനയിക്കണമെങ്കിൽ അല്ലെങ്കിൽ നിലനിൽക്കണമെങ്കിൽ നമുക്ക് നല്ല നല്ല വേഷങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്കിഷ്ടമുള്ള, നമുക്ക് പ്രിയപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇയാളുടെ സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാൻ തോന്നുന്ന ആളാണെങ്കിൽ നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കാം. ഇനിയിപ്പോൾ ആരെങ്കിലും നമ്മളെ അവഗണിക്കും അല്ലെങ്കിൽ വിളിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവഗണിക്കായിട്ട് കാണണ്ട. അവർക്ക് നമ്മൾ ആവശ്യമില്ലാന്ന് തിരിച്ചറിയാം. ജഗദീഷ് ശ്രീകുമാർ സാർ പറഞ്ഞൊരു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ മാക്സിമം അവസരം ചോദിച്ച് വിളിച്ചുകൊണ്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് തരാൻ താല്പര്യമില്ലെങ്കിൽ പോലും ശല്യം തീരാനായിട്ടെങ്കിലും നമുക്കൊരു വേഷം കിട്ടും, അവരിൽ നമ്മൾ പ്രൂവ് ചെയ്യുക. ഞാൻ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. നിരന്തരം കുറേ കാലം കൊടുത്തേക്കാം, കൊടുത്തൊഴിവാക്കിയേക്കാന്ന് പറഞ്ഞാൽ കിട്ടണേ ചിലപ്പം. പക്ഷെ അതായിരിക്കും നമ്മുടെ ഒരു പിടിവള്ളി. അതെ. സൗഹൃദങ്ങൾ അല്ലെങ്കിൽ സിനിമയിൽ സൗഹൃദങ്ങൾ ശാശ്വതമാണോ, അല്ലെങ്കിൽ സിനിമയിലെ നന്ദി എന്ന് പറയുന്നൊരു വാക്കിനെ പറ്റി പറഞ്ഞാൽ എന്തായിരിക്കും പറയാനുള്ളത്? വല്ലാത്തൊരു ചോദ്യമാണ്. ഞാൻ പണ്ട് അതിപ്പോൾ പറയാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല. വെറുതെ ഒരു കവിതയിലത്തെ ഒരു വരികളുണ്ട്, എത്രമേൽ കെട്ടിപ്പിടിച്ചാലും ഇന്ന് നാം തൊട്ടുപോകില്ല പരസ്പരം മേനയിൽ എന്നൊക്കെ പറയുന്ന റിലേഷൻ്റെ കൂടുതലുള്ള ഒരു ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് നല്ല അടുപ്പമുള്ള, എനിക്ക് ചേർത്ത് പിടിക്കാവുന്ന ഒരുപാട് സുഹൃത്തുക്കളുള്ളൊരു ഏരിയയാണ്. പിന്നെ നമ്മളങ്ങനെ കാണണ്ടാന്നേ, നന്ദി ഉണ്ടാവണം അങ്ങനൊന്നുമില്ലാതെ, ഒരാളൊരു പണിയെടുക്കുന്നു, ആൾ പോകുന്നു, അങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ ഇപ്പോൾ എപ്പോഴും ഒരാൾ താങ്ക്സ്ഫുള്ളായിരിക്കണം, ഇനി കടപ്പെട്ടിരിക്കണം, അങ്ങനെ കാണണ്ട. അങ്ങനെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഭയങ്കര വൈരുദ്ധ്യങ്ങളൊക്കെ തോന്നുന്നു, അല്ലെങ്കിൽ അയ്യോ ഭയങ്കര ബോറൊക്കെ ആയിട്ട് തോന്നുന്നൊരു മേഖലയാണ് സിനിമ. പക്ഷേ നമ്മളങ്ങനെ കാണാതിരിക്കുക എന്നുള്ളതാണ് ഈ മേഖലയിൽ. കാരണം സിനിമയിൽ എപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും, സർവൈവ് ചെയ്യാൻ ചില ഒരു സംവിധായകൻ. ഇപ്പം ഞാൻ പറയാം, കുമ്പളിങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിട്ട് അദ്ദേഹം അടുത്തൊരു സിനിമ ചെയ്തിട്ടില്ല. ഇൻഡസ്ട്രി ഹിറ്റാണ് മധുവിന്. സിനിമ അങ്ങനെയാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭയങ്കര ഹിറ്റടിച്ച ആളുകൾ പോലും അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം. അപ്പോൾ നമുക്ക് ഒരാളെ അക്കമഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ താങ്ക്സോടെ ചേർത്ത് പിടിക്കാനൊന്നും പറ്റുന്ന അവസ്ഥയല്ല. എല്ലാവരും അവനവന് വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ ആളുകൾ ചില മൈൻഡ് ചെയ്യാതെയൊക്കെ ഉണ്ടാവും, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നമ്മളതിനെ അങ്ങനെ കണ്ടാൽ മതി. അല്ലെങ്കിൽ ഈ ഷുഗറും പ്രഷറൊക്കെ വരും മനുഷ്യ, നമ്മളിത് വളരെ കൂളായിട്ട് കാണുക. പ്രശ്നം ഈ ലാലേട്ടൻ പറയുന്നവർ ഇതുപോലെയാണോ, അതിനെ കഴിഞ്ഞത് വിട്ടേക്ക്, നമ്മളിപ്പോൾ ജീവിക്കുന്നു ആ ഒരു കൂടുതലാണോ ശരിക്കും? അങ്ങനെ കണ്ടാൽ മതി. അല്ലെങ്കിൽ അയാൾക്ക് നന്ദിയില്ല അല്ലേ, അത് ഞാൻ എന്തുപോലെ, അങ്ങനെയൊന്നും കാണണ്ട. ഒരവസ്ഥകളാണതൊക്കെ മനുഷ്യൻ്റെ. ആ അവസ്ഥകളിലൊക്കെ കടന്നു പോകുമ്പോൾ ചേർത്ത് പിടിക്കാനും അകറ്റാനും ഒക്കെ ഓരോരുത്തർക്ക് പറ്റും. നമ്മളങ്ങനെ അങ്ങനെ കണ്ടാൽ മതി. അല്ലാതെ അതിന് നന്ദിയായിട്ട ലോകമാണ് സിനിമ എന്നോ, അല്ലെങ്കിൽ വിശ്വസിക്കാൻ നമ്പാൻ കൊള്ളാത്തൊരു കാപട്യമുള്ള ലോകമാണെന്ന് അങ്ങനെയൊന്നും കാണണ്ട. എല്ലാ ലോകത്തും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ സിനിമ പ്രത്യേകിച്ച് പറഞ്ഞാൽ, ഇപ്പം എനിക്ക് വേണ്ടിയാണ് ഞാൻ സിനിമയിൽ ജീവിക്കുന്നത്. സിനിമ എൻ്റെ ആവശ്യം. അതെ. അപ്പോൾ ഇത് എൻ്റെ മാത്രമല്ല, സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെ ആവശ്യമാണ്. അങ്ങനല്ലേ? അപ്പോൾ പിന്നെ അവർ ഇങ്ങനെ വെട്ടിപ്പിടിക്കലല്ല, എങ്ങനെയും നിലനിൽക്കാനുള്ള ശ്രമത്തില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം ഉണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എത്തിക്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതിനോട് മിനിമം നീതി പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക, ആരും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ്. നന്ദിയില്ലെങ്കിലും വേണ്ട, ഉപദ്രവിക്കാതിരിക്കുക. പാർവതീപരണയം തൊട്ട് ഇങ്ങോട്ട് പെണ്ണേഴ്സ് വരെ എത്തി നിൽക്കുമ്പോൾ ഈ നടൻ എന്നുള്ള രീതിയിൽ സ്വയം പുതുക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ അത്രമാത്രം പുതുക്കിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ലടാ. അല്ല, വളർച്ച എൻ്റെ പ്രായത്തിനനുസരിച്ച് ഞാൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ രൂപത്തിൽ മാറുന്ന പോലെ, ശബ്ദത്തിൽ മാറുന്ന പോലെ, ശബ്ദമൊക്കെ മാറിയിട്ടുണ്ട് പോലെ നമ്മളും
ഇങ്ങനെ കുറേ കാലമായാലും ഈ പരിപാടി ചെയ്തു തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ സ്വയം നവീകരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. പിന്നെ വെച്ചാൽ നമ്മൾ ഈ വായനയും അതിന് വലിയ ഗുണം ചെയ്യുന്ന വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സിനിമ കാണുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഒരു മനുഷ്യനെ നവീകരിക്കുന്ന ഒന്നാണെന്ന് പറയുന്നു. എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ സിനിമ കാണുമ്പോഴൊക്കെ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വായന കുറച്ചും കൂടി കണക്റ്റഡാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഓരോ കഥാപാത്രത്തിൻ്റെ മനോവ്യാപാരങ്ങളിലൂടെ സഞ്ചരിക്കാനൊക്കെ എല്ലാം നമുക്ക് ഒബ്സർവ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറേ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന അത്ര കാഴ്ചയ്ക്ക് കിട്ടില്ല. ഓക്കെ. അപ്പോൾ ഞാൻ വായനയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സിനിമ കാണുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഇപ്രാവശ്യം ഇഫിയും പോയി IFFKയും പോയി ഒക്കെ പോയി സിനിമ കാണുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് വായനയും കൂടി അതിനെ കൂടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യനെന്നായാലും നടനെന്നായാലും എന്നെ നവീകരിക്കാൻ ഉപകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്രമാത്രം അത് നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ വായനയുടെ ഒരു പ്രത്യേകത നമുക്ക് അത്രയും നമ്മൾക്ക് എഴുത്തുകാരൻ എഴുതി വെച്ചതിലും അതിൻ്റെ 10 ഇരട്ടി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. അതെ അതെ. അങ്ങനെ ഇമാജിൻ ചെയ്യാൻ അതാണ് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കട്ടെ, സിനിമ സംവിധാനം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? സംവിധാനം ചെയ്യാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. മീൻസ് അങ്ങനെ ഒരു തോന്നൽ പോലും ഉണ്ടായിട്ടില്ല. അതൊരു വലിയ പണിയാണ്, ഭയങ്കര ബുദ്ധി വേണ്ട പണിയാണ്. അത് നമുക്ക് പിന്നല്ല എക്സിക്യൂട്ടീവ് ചെയ്യുക, അതൊക്കെ വലിയ എപ്പോഴെങ്കിലും ഒരു സ്ക്രിപ്റ്റ് എഴുതാമെന്നൊക്കെ വലിയായിട്ട് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്നെ തന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റാണ്ടായപ്പോൾ ഞാനതൊക്കെ കീറിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. ശ്രമിച്ചിട്ടുണ്ട്. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. 1-2 സബ്ജക്റ്റിൽ ഞാൻ എഴുതി വന്നപ്പോൾ അത് വേറൊരു സിനിമയായിട്ട് ഒരു വേറൊരു സിനിമയുടെ സബ്ജക്റ്റുമായിട്ട് ഭയങ്കര സാമ്യം തോന്നിയപ്പോൾ ഞാനത് കീറിക്കളയുകയാണ് ചെയ്തത്. വേറൊന്നും തന്നെ. പക്ഷേ പിന്നെ ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ലഞ്ച് ബോക്സ് പോലത്തൊരു സിനിമ ഒക്കെ എഴുതണമെന്നാണ് എൻ്റെ ഭയങ്കര ആഗ്രഹം. അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് പോലത്തെ ഒരു സിനിമയിൽ അഭിനയിക്കണം. ഇത് രണ്ടില്ലേ ആഗ്രഹം സംഭവിക്കട്ടെ. അതുപോലുള്ളൊരു എന്താണ് ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കുന്ന സിനിമ എഴുതണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ആരുടെയെങ്കിലും കൂടെ ചേർന്നിട്ടായാലും എഴുതണം എന്നൊരു ആഗ്രഹമുണ്ട്. ഈ കാണാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജോണർ ഏതായിരിക്കും സിനിമ? വായിക്കാൻ കവിതകളും പുസ്തകങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ജോണർ എന്തായിരിക്കും സിനിമ കാണാൻ? ഞാൻ എല്ലാത്തരം സിനിമകൾ ആസ്വദിക്കുന്ന ഒരാളാണ്. എന്നാലും കുറച്ച് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രണയ സിനിമകളോട് ഇങ്ങനെ താല്പര്യമുള്ളത്. പെട്ടെന്നൊരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ലഞ്ച് ബോക്സ് എന്നൊക്കെ പറയാനുള്ള കാരണം അതിൻ്റെ ഒരു ആ ഫ്ലേവറുള്ള സിനിമകളൊക്കെ ഭയങ്കര എന്നാൽ ഭയങ്കര കമേഴ്ഷ്യലാവാതെ ഒരു കുറച്ചുകൂടി അടുപ്പോൾ. കയ്യപ്പ് ഇഷ്ടപ്പെടാനുള്ള റീസൺ മറ്റൊന്നുമല്ല. ഞാനത് ഒരു 12 തവണയെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് ആ സിനിമ. ഓരോ തവണ കാണുമ്പോൾ നമ്മളൊന്ന് റിഫ്രഷ് സിനിമ കാണുമ്പോൾ എന്ത് മനോഹരമായിട്ടുള്ള സിനിമയാണ് കയ്യപ്പ് അല്ലേ. പക്ഷെ അതൊക്കെ എത്രത്തോളം പ്രേക്ഷകർ സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്ക് അത്ഭുതമാണ് ആ സിനിമ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില സിനിമകൾ കമേഴ്ഷ്യലായിട്ട് അതങ്ങനെ മെജോറിറ്റി അങ്ങ് എത്തുന്നില്ല, മെജോറിറ്റിയിലേക്ക് ഭൂരിപക്ഷത്തിൻ്റെ സിനിമയായി മാറുന്നില്ല എന്നുള്ളത് വലിയ സങ്കടമാണ്. അതെ 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 തീർച്ചയായിട്ടും.